മകീരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലും ചേരുന്ന മിഥുന രാശി. നമുക്ക് അമലേന്ദുവിനെ പിടിച്ചാലോ? അമലേന്ദു മിഥുനല്ലേ? അമലേന്ദു പ്രവർത്തനങ്ങളിൽ ധൃതി കാണിക്കുന്ന ഒരു സ്വഭാവരീതി പൊതുവിലുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്നെല്ലാം നടക്കണം എന്നുള്ള സ്വഭാവരീതി. പക്ഷേ അതൊന്ന് സമാധാനമാക്കാൻ ഈ വർഷം ഒന്ന് പരിശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ്. നല്ല ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. ഏത് കാര്യവും ഏറ്റെടുക്കാനും ഏത് കാര്യത്തെ സംബന്ധിച്ചും അഭിപ്രായങ്ങളൊക്കെ പറയാനും എല്ലാം നിങ്ങളെ സംബന്ധിച്ച് കൊള്ളാം. പക്ഷേ ഈ വർഷം കഴിവതും സാഹസികമായിട്ടുള്ള കാര്യങ്ങളിൽ പോയി ഇറങ്ങണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ശ്രദ്ധിച്ച് മാത്രം ഇറങ്ങാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുന്നത് ഒന്ന് നല്ലതാണ്. പിന്നെ ആരുടെയും പൂർവ്വകാലമോ ചുറ്റുപാടുകളോ ഒന്നും നോക്കാതെ അവർക്ക് വലിയ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം. ഈ വർഷം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരാളെ മനസ്സിലാക്കി ഇറങ്ങുന്ന നല്ല, ഇല്ലെങ്കിൽ അപവാദങ്ങൾക്കൊക്കെയുള്ള സാധ്യതകൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഏത് കാര്യവും ചെയ്യുവാനുള്ള കർമ്മകുശലത നിങ്ങളെ സംബന്ധിച്ച് ഉണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ അത് തെറ്റായി നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു രീതി ഉണ്ടാകാം. ആ സ്വഭാവം ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വളരെ ഗുണകരമാണ്. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലൊരു ഏറ്റക്കുറച്ചിലുണ്ടാവും. ഇങ്ങനെ കുറച്ച് നല്ലോണം പോവും, ടക്കെന്ന് താഴെ പോരും, കുറച്ച് നല്ലോണം പോവും, ടക്കെന്ന് താഴെ പോരും. അപ്പോൾ നിങ്ങൾ താഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിൽ പതറാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധിക്കും. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയത്, ലൈക്ക് നമ്മൾ ഈ നക്ഷത്രമൊക്കെ നോക്കുന്നത് രാത്രി 12 തൊട്ട് ഉച്ച 12 ആ ഒരു ഇതിലാണ് നോക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ജനിച്ച സമയത്ത് അവളുടെ പേരൻസ് ഒരു നക്ഷത്രം അവരുടെ മനസ്സിലുണ്ടായി. പക്ഷെ ഈ ഇടയ്ക്ക് അവര് ജ്യോതിഷന്റെ അടുത്ത് ചോദിക്കാൻ പോയപ്പോ, ഇതറിയാൻ പോയപ്പോ കാണിച്ച വേറൊരു നക്ഷത്രം അവർ കണ്ടത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്? അപ്പോ ജ്യോതിഷത്തിൽ ജാതകങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നക്ഷത്രം കണ്ടുപിടിക്കുമ്പോൾ അതിൽ ടൈം മാത്രമല്ല, IST സമയം ഇതിന് ബാധകമേ അല്ല. IST സമയം വെച്ചിട്ടല്ല ഈ ജാതകം ഗണിക്കുന്നതും എഴുതുന്നതും. ഇതിന് ഉപയോഗിക്കുന്നത് അക്ഷാംശവും രേഖാംശവും വെച്ചിട്ടാണ്. അതായത് ഇപ്പൊ തിരുവനന്തപുരത്ത് ജനിക്കുന്ന ഒരു കുട്ടിയുടെ അതേ ടൈമിൽ കൊച്ചിയിൽ ഒരു കൊച്ചി ജനിച്ചാൽ ശരിക്കും ജാതകം തന്നെ തെറ്റും. അത് ദുബൈയിലൊക്കെ ജനിക്കുന്ന കുട്ടികളെ പണ്ട് 1.5 മണിക്കൂർ മുമ്പോട്ടാക്കിയിട്ട് ഇവിടെ എഴുതാറുണ്ട് ജാതകം. തെറ്റാണത്. അവിടുത്തെ അക്ഷാംശവും രേഖാംശവും വെച്ചിട്ട് കണ്ടുപിടിക്കണം. ശരിക്കും ഒരു തവണ എനിക്കൊരു അനുഭവം ഉണ്ടായാണ്. തിരുവനന്തപുരത്ത് ആണെന്ന് കരുതിയ ഒരു കുട്ടിയുടെ നാളെടുക്കുകയും പിന്നീട് ആലപ്പുഴയിലാണ് ആ കുട്ടി ജനിച്ചത് എന്ന് പറഞ്ഞ് നോക്കുകയും ചെയ്യുമ്പോൾ നാള് തന്നെ മാറിപ്പോയി. അപ്പം അതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കരുത് 12 മണി മുതൽ 12 മണി വരെയാണ് നാളെ എന്ന്. ഇത് നമ്മളിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ടൈം, ഈ സമയത്ത് വേണമെങ്കിലും ഒരു നാള് മാറാം. അങ്ങനെ ഒരുപാട് പേർക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും 12 മണി എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് കലണ്ടറിൽ നാള് കാണുമ്പോൾ അതാണ് നാളെന്ന് ചിന്തിക്കും. ഈ കലണ്ടറിൽ നാള് കഴിയുമ്പോൾ ഒരു എഴുതി വെക്കും, പിന്നെ നാഴിക വിനാഴിക. ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകില്ല. ഉദയത്തിന് ഏത് നാളാണോ അത് മാത്രമേ കലണ്ടറിൽ എഴുതാറുള്ളൂ. ഉദയം കഴിഞ്ഞിട്ട് ചിലപ്പം ഇന്നിപ്പോൾ ഉദയം 6:18 എന്ന് വിചാരിക്കുക. 6:17 6:19 ഒരു കൊച്ചു ജനിച്ച 6:17 ഒരു കുട്ടി ജനിച്ചാലും പിറ്റേ ദിവസത്തെ ആ നാളെ എഴുതി വെക്കത്തുള്ളൂ. 6:19 നാള് മാറുന്നതെങ്കിലും ആ തലേ ദിവസത്തെ നാളെ എഴുതി വെക്കാറുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും അന്ന് മൊത്തം ആ നാളാണെന്ന്. അത് അങ്ങനെയല്ല.